കുഞ്ഞൻ ബോൺസായി റീപോർട്ട് ചെയ്താലോ? നമ്മുടെ കയ്യിൽ ഓൾറെഡി ചെറിയൊരു ചട്ടിയുണ്ട്. ഇതിലേക്ക് നമുക്ക് പ്ലാന്റിനെ ചേഞ്ച് ചെയ്യാം. സോയിൽ മിക്സിനായിട്ട് കുറച്ച് മണ്ണും ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി മിശ്രിതം കൂടി എടുത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ചട്ടിയുടെ ഡ്രെയിൻ ഹോൾ കുറച്ച് വലുതാണ്, അതുകൊണ്ട് ഇഷ്ടിക ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അടിയിലിട്ട് കൊടുക്കാം. ഇഷ്ടികയ്ക്ക് പകരം മെറ്റലും ചകിരിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. എന്ത് തന്നെ ഉപയോഗിച്ചാലും ഡ്രെയിൻ ഹോൾ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു പോകാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് മുകളിൽ കുറച്ച് മണ്ണിട്ടിട്ട് നമുക്ക് പ്ലാന്റിനെ കവറിന്ന് ചട്ടിയിലേക്ക് ചേഞ്ച് ചെയ്യാം. ഈ പ്ലാന്റ് ഞാൻ വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസം ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മുകളിൽ ചെറിയ കളകളൊക്കെ വന്നു തുടങ്ങിയത്. കളകളെല്ലാം മാറ്റിയിട്ട് നമുക്ക് ബാക്കി മണ്ണിട്ട് ചട്ടി ഫില്ല് ചെയ്യാം. പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഫൈക്കസ് വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് ആണേ. നമ്മുടെ ക്ലൈമറ്റിൽ ലോ മെയിൻ്റനൻസിൽ നമുക്ക് നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ് ആണ്. പ്യുവർലി ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണെങ്കിലും ഞാനിതൊരു പാർഷ്യലി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്.